ഇടയ്ക്ക് വേണ്ടി ചോടത്ത് കണക്കാ. ഞാൻ വീട്ടിൽ പോവാ, നിങ്ങൾ നടന്നോളി. എന്ത് ഈവനാണ് പിന്നെ ധാര ചെയ്യാ? 1000 പറ്റിയില്ലപ്പോ. ആകെ പൊരിയാണ്. ഏയ് രമേശ് ചേട്ടാ നിക്കേ. നിക്കടയ്യേ, എന്ത് വെയില ചങ്ങായി ഇത്. രമേശ് ചേട്ടാ 2 വീട്. അതെ. ബാക്കി നമുക്ക് വെയിലറിയുടെ ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ മതി. ആ 2 വീട്. ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ കുട്ടൻ ബിരിയാണി വാങ്ങിട്ടുണ്ട് കേട്ടോ. എന്താ ആവശ്യം? എന്നാ പിടിച്ചോ. എന്തേലും ആട്ടെ. എന്താ ഈ കാണുന്നത്? ആവശ്യം ഇത് കണ്ടിട്ട് പ്രശ്നം വേണ്ട. നിങ്ങളുടെ പോലും വലിക്കല റാഫി. സതീശ, ആ ബിരിയാണി അംസാക്കണോട്. ആ കുട്ടൻ പോരെ? ആ കുട്ടൻ മതി. എന്താ ബിരിയാണി അയാളെ നോക്കട്ടോ, അയാളെ നോക്കട്ടോ. ചൊറയുണ്ട് മേത്ത് വരും. വാ, ഇഷ്ടപ്പെട്ടു. രണ്ടാളും രണ്ടാളോ? എന്തേണ്? എന്നെ കണ്ടാ വല്ല കുഴപ്പം പോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക് രണ്ടാൾക്കും? ഏയ് എന്ത് കുഴപ്പം? ഏയ് അല്ല ഞങ്ങൾ 3 ആളല്ലേ? ആണ്ടേ നിക്കട്ടെ. പിന്നെന്താ എന്നെ കണ്ടിട്ട് നിങ്ങൾ കാണാത്ത പോലെ പോയത്? അത് ഞങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല. ഇല്ലേ? 5 കൊല്ലം കൂടുമ്പോ ചൂണ്ടാണി വരൽ മഷി പുരട്ടാനുള്ള അവകാശം എന്റെ അവകാശം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലായിട്ടില്ലേ? അല്ല അയ്യപ്പെട്ട ഞങ്ങളെ നോ, വെറും അയ്യപ്പനല്ല, മുരുക്കം പറമ്പിൽ അയ്യപ്പൻ. അത് മനസ്സിലായിട്ടില്ലേ നിങ്ങൾ രണ്ടാൾക്കും ഇതുവരെ? ഇയാള് പിന്നെ രണ്ടാള് നമ്മൾ 3 ആളില്ലേ? പിന്നെ ഇല്ലേ? ആണ്. ഏതര മുഖമില്ലാത്തൊരു ശബ്ദം. ഇയാള് പിന്നെ നിങ്ങൾ വന്നേ രമേശ് ചേട്ടാ. ഊറ്റം കൊണ്ട് പുല്ലായ നടിച്ചിട്ട് കിടന്നുകൂടെന്ന് പറഞ്ഞ പോലെ നീ എങ്ങനെ ചക്ക തുമ്പ് കളിച്ച് പായണത്? അയ്യപ്പെട്ട എന്തെങ്കിലും പ്രശ്നം? നിങ്ങൾ വന്നേ രമേശ് ചേട്ടാ. ആരടവൻ? അത് റാഫിക്കൊന്നും പറമ്പില് ഞങ്ങളുടെ കേട്ടകക്ഷിയുടെ ആള്. അതെന്താടാ ഈ ഘടകക്ഷിക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചു കളിക്കും? അല്ല അയ്യപ്പെട്ട ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമാണ്, എനിക്കെല്ലാം പ്രശ്നമാണ്. അതാ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നിരുന്നുള്ള നിങ്ങളുടെ കൂർക്കമ്പലി ഒരു പ്രശ്നമാണ്, നിങ്ങളുടെ നിലപാടില്ലായ്മ ഒരു പ്രശ്നമാണ്, നിങ്ങളുടെ നിറം മാറ്റം ഒരു പ്രശ്നമാണ്. നിങ്ങൾ പോന്നേ രമേശ് ചേട്ടാ. എടാ, വയനാട്ടിൽ നിങ്ങളുടെ കൊടി ഉണ്ടായിരുന്നടാ, ആലപ്പുഴയില് എന്റെ മാത്രല്ലൊന്നും ബ്രിഡ് ഉണ്ടായിരുന്നില്ലേ? ഈ കൊടി എന്ന് പറഞ്ഞ എന്താടാ? കൊടി എന്ന് പറഞ്ഞാ കൊടി. ആ ഒരു തുണി. ഒരു തുണി കഷ്ണല്ലേ? എന്നാ കേട്ടോ, കൊടി എന്ന് പറഞ്ഞാൽ അവനവൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ മുഖമാണ്, അതൊരു അഡ്രസ്സാണ്, അതിൽ വിശ്വസിക്കുന്ന അണികളുടെ ആവേശമാണ്, അതൊരു പ്രതീകമാണ്, അതൊരു പ്രതീക്ഷയാണ്. അശ്ലീല കഥകൾ മെനഞ്ഞെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ആലോചിക്കുന്നതല്ല. സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ അടിയറ വയ്ക്കാത്ത ആ കൊടി 4 വർഗീയവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ അടിയറ വെച്ചിട്ട നാടണ്ടാ നിങ്ങൾക്കൊക്കെ. പോന്നോട് നിങ്ങട്ട്. ആ പോരെ. സാമ്രാജ്യങ്ങൾ ഒരിക്കൽ ഞങ്ങൾ അടിച്ചു തകർക്കും ചെങ്കൊടിയാൽ നേടുക തന്നെ ചെയ്യും നമ്മൾ. നേരുവിളഞ്ഞൊരു ചെമ്പുലരി ഉയർത്തി നിർത്തുകയാണ് ആ കൊടികൾ ഹൃദയാകാശത്തിൽ. വിളിക്കയാണ് മുദ്രാവാക്യം, വെളിച്ചമേ നീ നയിക്കണം, വെളിച്ചമേ നീ നയിക്കണം.